അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇൻഷാ അല്ലാ ദുബൈയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പെട്ടി കെട്ടുന്ന വീഡിയോസൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇത് അന്നൂസിൻ്റെ ഫസ്റ്റ് ദുബൈ പോക്കാണ്. അന്നൂസ് ഇതുവരെ ദുബൈ പോയിട്ടില്ലേനു. ഓന് ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഉള്ളത്. പിന്നെ അന്നൂസിന് ബാപ്പാനെയും കൂടിയും കാണാലോ എന്നുള്ള ഒരു സന്തോഷത്തിലും കൂടിയാണുള്ളത്. പിന്നെ അന്നൂസ് ഇതുവരെ കാണാത്ത ഒരാളും കൂടിയുണ്ട്, അന്നൂസിൻ്റെ കാർനോറ്. അപ്പോൾ അവരൊക്കെ കാണാലോ എന്നുള്ള സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ പഴമാണ്. പിന്നെ ഇടിയുണ്ണി, പിന്നെ ഒരു കുഞ്ഞ് ചട്ടി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നാടൻ സ്റ്റൈലിലൊക്കെ വരട്ടുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്, മീനൊക്കെ വരട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് അച്ചാറുകളാണ്. ഒന്ന് നാരങ്ങ അച്ചാർ, പിന്നെ ഒന്ന് കാന്താരി മുളകും നാരങ്ങയും ഉപ്പിലിട്ട പോലെ ആക്കിയിട്ടുള്ള ഒരു അച്ചാർ, അതും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒന്ന് ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ. ഈ 3 അച്ചാറുമാണ് കുട്ടികൾക്ക് എല്ലാം നല്ല ഇഷ്ടം ഉണ്ടായാൽ, അതുകൊണ്ട് ഈ അച്ചാർ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഇത് ഇനി നമ്മൾ കൊണ്ടുപോകുന്നത് കുറച്ച് മാങ്ങകളൊക്കെയാണ്. മാങ്ങ നല്ല മാങ്ങയാണ്. പിന്നെ എൻ്റെ പെങ്ങൾ തന്നതാണ്. പെങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. നല്ല മാങ്ങയാണ്. പിന്നെ കുറച്ച് അരിപ്പൊടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആമീസിൻ്റെ കുറച്ച് അരിപ്പൊടികൾ കൊണ്ടുപോകുന്നുണ്ട്. ആമീസ് പത്തിരിപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയ ഒരു ചെറിയ കൊല കൊണ്ടുപോകുന്നുണ്ട്. കൊല അപ്പാടായിട്ടല്ല, അത് അടർത്തി എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും പെട്ടി പേക്കൊക്കെ ആയി അങ്ങെത്തുന്നപ്പോഴത്തേക്ക് ഇതങ്ങ് പഴുത്തോളും. നല്ല മൂത്തൊരു പഴമാണിത്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസാണ് പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടുവന്നത്. ബേക്കറി ഐറ്റംസ് പഴം വറുത്തത്, കിഴങ്ങ് വറുത്തത്, മിക്സ്ചർ, അച്ചപ്പം, ഇങ്ങനെ കുറച്ച്. പിന്നെ വർക്കി, നല്ല നാടൻ വർക്കിയും പിന്നെ റസ്ക്, ഇങ്ങനത്തെ ഒക്കെയാണ് കൊണ്ടുവന്നത്. പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഈ പ്രത്യേകിച്ച് ഈ ബേക്കറി ഐറ്റംസ്, കൊല, ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. പിന്നെ ചക്കയാണ് കൊണ്ടുപോകുന്നത്. ചക്ക നല്ലോണം അരിഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഫ്രീസറിൽ ഒരു കവറിലിട്ട് വെച്ചാൽ തന്നെ ഒന്നും തന്നെ ആയിപ്പോവില്ല. നമ്മളങ്ങനെ കൊണ്ടുപോക്കുന്നുണ്ട്. പിന്നെ നമുക്കത് അവിടെ എത്തിയിട്ട് പുഴുങ്ങുകയോ വറുക്കുകയോ എന്ത് വേണേൽ ചെയ്യാലോ. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ച് ഞാനും അന്നൂസും ഫാത്തിയും ഫൈസാനുമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട നമ്മൾ കുറച്ച് ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ച്. ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ നമ്മൾ 6-ാം തീയതി 6 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ 3-ാം തീയതി ആയിരുന്നു ആദ്യം നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ കാരണം ആ ടിക്കറ്റ് മാറ്റി നമ്മൾ 6-ാം തീയതി രാവിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ആ ഫ്ലൈറ്റ് ഗോ ഫസ്റ്റ് ആയിരുന്നു. നമുക്ക് കണ്ണൂരിൽ നിന്ന് തന്നെയായിരുന്നു അടുത്ത്. എന്താക്കാനാ ആ ഫ്ലൈറ്റ് ക്യാൻസൽ കാരണം നമുക്ക് വീണ്ടും വേറൊരു ടിക്കറ്റ് എടുക്കേണ്ട വന്നു. ആ ടിക്കറ്റ് റേറ്റൊക്കെ റീഫണ്ട് ചെയ്ത് തന്നിക്ക്. ഇപ്പോൾ ഇൻഷാ അല്ലാ 6-ാം തീയതിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 6-ാം തീയതി 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇത് ഒരു പെട്ടി പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഫുഡ് പാക്കിംഗ് ഒക്കെ, നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡും പിന്നെ നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോൾ നമുക്ക് വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.